രാജ്യത്തെ നടുക്കുന്ന പല കാർ ബോംബ് സ്ഫോടനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 വാഹനങ്ങളാണ് ചർച്ച വരുന്നത്. പക്ഷേ ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 6 മുതൽ 32 കാറുകൾ വരെയാണ് ചർച്ചാ വിഷയമായത്. അതിൽ ഈ വനിതാ ഡോക്ടറുടെ പേരിൽ തന്നെ 2-3 കാറ്, അതിൽ 2 കാറുകൾ മറ്റ് 2 പേർക്ക് അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. മൊത്തത്തിൽ ഇത്രയധികം കാറുകൾ ചർച്ചയാകാനുള്ള കാരണം എന്തായിരിക്കും? അതെന്താന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് തകർത്തല്ലോ. അതെ, അതിൻ്റെ വാർഷികം ഡിസംബർ 6-നല്ലേ വരുന്നത്. അതെ, അന്ന് ഇന്ത്യയിലുടനീളം സ്ഫോടനം നടത്താൻ 32 കാറുകളുടെ ഒരു വ്യൂഹം ഈ ഡോക്ടർ ഗാങ്ങും അതുമായി ബന്ധപ്പെട്ട മൗലവിമാരും പിന്നെ ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന പാകിസ്ഥാൻ ISI, കാരണം അതിൽ തുർക്കിയിൽ നിന്നും പാകിസ്ഥാൻ, തുർക്കിയും താവളമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് നമ്മൾ ഇന്ത്യ വിസ അങ്ങനെ ഇഷ്യൂ ചെയ്യാറില്ല പാകിസ്ഥാനിൽ പോകാനായിട്ട്. പക്ഷേ ഇസ്താംബുളിലേക്ക് ഇല്ലേ വിനോദസഞ്ചാരികൾ ധാരാളം പോകുന്ന സ്ഥലമാണ് തുർക്കി. ധാരാളം ഇന്ത്യക്കാരുടെ ടൂറിസം കേന്ദ്രമായിരുന്നു. അത് കേരളത്തിൽ നിന്ന് തന്നെ പല ആളുകളും, എനിക്കറിയാവുന്ന ആളുകളും എഴുത്തുകാരും ഒക്കെ പോകുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വലിയ എഴുത്തുകാരിൽ ഒരാൾ ഇസ്താംബുളിലാണ്, ഈ ഒർഹാൻ പാമുക്ക് എന്ന് പറഞ്ഞിട്ട്. ഒർഹാൻ പാമുക്കിൻ്റെ സ്ഥലമാണല്ലോ ഈ മാർക്കേസിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പോകുന്നതും പോലെ, ലാറ്റിൻ അമേരിക്കയിൽ പോകുന്നത് പോലെ ഈ ഒർഹാൻ പാമുക്കിൻ്റെ സ്ഥലമില്ലേ ഇസ്താംബുൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട് പാമുക്കിൻ്റെ, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ തുർക്കിക്ക് പോകും. തുർക്കിക്ക് പോകാനായിട്ട് നിയന്ത്രണമൊന്നുമില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുരാജ്യമായിട്ടാണല്ലോ. തുർക്കിയെ ശത്രുരാജ്യമായിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ കണ്ടിട്ടില്ല. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നും ചർച്ച ചെയ്തു അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ അമേരിക്കയിൽ നിന്ന് വരുന്നത് തുർക്കി തടഞ്ഞതുമൊക്കെ. പക്ഷെ തുർക്കിയിലേക്ക് പോകാൻ എളുപ്പമായതുകൊണ്ട് ഈ ഡോക്ടർമാരെ അല്ലേ പലതവണ തുർക്കിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തുർക്കി ഇതിൻ്റെ അകത്ത് ചിത്രത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ 32 ബാബറി മസ്ജിദ് വാർഷികം ഡിസംബറിൽ 6-ാം തീയതി അന്ന് 32 കാർ സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, നഗരങ്ങളിൽ, അയോധ്യ, കാശി ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉദ്ദേശിച്ചിരുന്നു. ലക്നൗവിലെ RSS കേന്ദ്രം അല്ലേ, പിന്നെ ആസാദ്പൂർ മണ്ഡി ഡൽഹി, മറ്റേ അലഹാബാദ്, അഹമ്മദാബാദ് ഇങ്ങനെയുള്ള നഗരങ്ങളിലൊക്കെ ഇത് കാർ സ്ഫോടനങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. അതിനുവേണ്ടി 32 കാറുകൾ വാങ്ങാനുള്ള പദ്ധതിയാണ്. 32ഉം വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ചർച്ചയിലേക്ക് കടന്നാൽ ഡോക്ടർ ആദിൽ റാത്തർ എന്ന് പറഞ്ഞ ഡോക്ടർ, അയാളുടെ വീട്ടിൽ ശ്രീനഗർ, ഡൽഹി, അയാൾ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ഈ പൊട്ടിത്തെറിക്ക് മുമ്പ് യാത്ര ചെയ്ത ടിക്കറ്റ് അയാളുടെ വീട്ടിന് പുറത്തെ ചവറുകൂനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉമർ ആണ് പൊട്ടിത്തെറിച്ചത്. പക്ഷെ ആദിൽ റാത്തർ അതിന് 2-3 ദിവസം മുമ്പ് ശ്രീനഗറിൽ നിന്ന് ഡൽഹിക്ക് യാത്ര ചെയ്ത ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ 31. അപ്പോൾ അംബാല റോഡ്, മനക്മാവ്, അമൻ വിഹാർ കോളനിക്ക് പുറത്ത് കിടന്ന ചവറിൽ നിന്നാണ് ഈ വിമാന ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് I-20 ഹ്യുണ്ടായി കാറ്. പലതവണ കൈമാറിയ കാറാണല്ലോ, 8 തവണ. ഇത് അവസാനം വാങ്ങിയിരിക്കുന്ന ഒരു പ്ലംബർ. പിന്നെ ബ്രസ കാറ്, മാരുതി ബ്രസ 2 എണ്ണം അല്ലേ, ആ ലേഡി ഡോക്ടർ തന്നെ 2 എണ്ണം മേടിച്ചിരിക്കുന്നു. ചുവന്ന എക്കോ സ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്റർപോള് ഈ ആദിൽ റാത്തറിൻ്റെ സഹോദരൻ ഡോക്ടർ മുസഫർ റാത്തറിനെ അന്വേഷിക്കാനായിട്ട് ഒരു ഇന്റർപോളിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്റർപോൾ മറ്റേ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം. മുസഫർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് വിവരം. അപ്പോൾ അയാൾ കശ്മീരിലെ ഖ്വാസിഖണ്ഡ്
സ്വദേശിയാണ്. അപ്പോൾ അയാളുടെ സഹോദരൻ മറ്റേ ഇയാളും ഒക്കെ 2021 തുർക്കിയിൽ പോയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഈ മുസഫർ ദുബായിൽ പോയിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഈ സ്ഫോടക വസ്തുക്കളില്ലേ, അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈറ്റ്, ഇതിനൊക്കെ ഇപ്പം പിടിയിലായ ഡോക്ടർമാർ പൂൾ ചെയ്തിട്ടേ ഷെയറിഡില്ലേ, അതെ, 26 ലക്ഷം രൂപ അങ്ങനെ അവർ പൂൾ ചെയ്തിട്ടുണ്ട്. 26 ലക്ഷം രൂപ. ഡോക്ടർ മുസമ്മിൽ ഗനായി, ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ, ഷഹീന സയ്യിദ്, ഉമർ നബി, ഡോക്ടർ ഉമർ നബി, ഇത്രയും പേരാണ് ഈ 26 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഉമറാണല്ലോ ഇത് നായകൻ, ഉമറിനെ ഏൽപ്പിച്ചു 26 ലക്ഷം രൂപ. ഡോക്ടർ ആരിഫ്, മുഹമ്മദ് ആരിഫ്, ഈ ഡോക്ടർ ഷഹീനയുടെ സഹോദരൻ, ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ ഉത്തർപ്രദേശ് ATS കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഫലയിൽ ഈ മുസമ്മിലിൻ്റെ മുറി റൂം നമ്പർ അല്ലേ 313, അവിടെയാണ് എല്ലാവരും കൂടിച്ചേർന്ന് ആസൂത്രണമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ അമോണിയം നൈട്രേറ്റിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർ ഉണ്ടല്ലോ, ഡോക്ടർ ഗാങ്, ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് വൈറ്റ് കോളർ ഗാങ്. അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ ഉമർ, ഇർഫാൻ, മൗലവി, മറ്റേ 5ാം ക്ലാസ് വരെ പഠിച്ച പാരാമെഡിക്കൽ സ്റ്റാഫായിരുന്ന മൗലവിയെ പിടിച്ചിട്ടുണ്ടല്ലോ, മൗലവി, അദീൽ, റാത്തർ, മുസമ്മിൽ, പിന്നെ ഷഹീന സയ്യിദ്. ഈ ഷഹീന സയ്യിദ് മുസമ്മിലിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു. പക്ഷെ ഷഹീന സയ്യിദ് മുമ്പ് കാൺപൂരിൽ മഹാരാഷ്ട്ര ഒരു നേത്ര രോഗവിദഗ്ധനെ വിവാഹം ചെയ്തിരുന്നു. 2 കുട്ടികളുണ്ട്. ആ ഡോക്ടർ പറയുന്നത് ആ കാലത്തൊക്കെ പുരോഗമനവാദിയായിരുന്നു ഇവര്. 2 കുട്ടികളുണ്ട്. കുട്ടികൾ ആ ഡോക്ടറുടെ കൂടെ, ഇവരുടെ കൂടെ അല്ല. ഇടയ്ക്കിടയ്ക്ക് യൂറോപ്പിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, കുടിയേറണം എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ഇവരുമായിട്ട് ബന്ധമില്ല എന്നാണ് ആ നേത്രരോഗ വിദഗ്ധൻ മുൻ ഭർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ഷഹീന 4 മണിക്ക് ശേഷം വൈകിട്ട് ആയിരുന്നു അവരുടെ ശരിയായ ജോലി അവർ ചെയ്തിരുന്നത് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജിഹാദ് അതല്ലേ ശരിയായ ജോലി, ഇത് സൈഡ് മാത്രമാണ്. അപ്പം അവർക്ക് മിസ്ബഹ കയ്യിലെപ്പോഴും ഉണ്ടായിരുന്നു. മിസ്ബഹ എന്ന് പറഞ്ഞാൽ ജപമാല. അതുപോലെ ഹാദിത്തിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനങ്ങളാണല്ലോ ഹദിത്ത്, അതിൻ്റെ ബുക്ക്. പിന്നെ അവർ ഇടക്കിടയ്ക്ക് ക്യാമ്പസ് വിട്ടു പോകാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ 1996 IPS ബാച്ച് കേരള കേഡർ വിജയ് സാക്കറയില്ലേ, ഈ എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന, മറ്റേ ആ ജലന്ധർ ബിഷപ്പിന്റെ കേസിലൊക്കെ ഉണ്ടായിരുന്ന വിജയ് സാക്കറയാണ് NIA ഈ കേസ് അല്ല ഇപ്പൊ അന്വേഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വിജയ് സാക്കറ ഇപ്പൊ NIA വിജയ് സാക്കറയിലൊക്കെയാണ് ഇപ്പൊ നേതൃത്വം ചുമതല. ഈ ഉമർ നബി കേസിന്റെ ഡോക്ടർ ഗാങ്ങിന്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ് സാക്കറയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പറഞ്ഞല്ലോ, ആരിഫ് സഹോദരനാണെന്ന് ഷഹീൻ്റെ. അയാൾ കാൺപൂരിൽ വിദ്യാർത്ഥി ആണ്. അവിടെ ഫസ്റ്റ് ഇയർ കാർഡിയോളജി വിദ്യാർത്ഥിയാണ് അയാൾ. അനന്ത്നാഗിൽ നിന്ന് കാൺപൂരിലെ LPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് കാർഡിയാക് സർജറി അവിടെയാണ് അയാൾ വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 32 കാറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ, ഇതിൻ്റെ അകത്ത് ഡിസംബർ 6 പക വീട്ടുക എന്നുള്ള ഉദ്ദേശം. മാരുതി ബ്രസ, സ്വിഫ്റ്റ് ഡിസയർ കിട്ടിയിട്ടുണ്ട്, സ്വിഫ്റ്റ് ഡിസയർ, ഫോർഡ് എക്കോസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഹ്യുണ്ടായി i20 കിട്ടിയിട്ടുണ്ട്. ഇവർ പഴയ കാറുകൾ പലതവണ
വിറ്റ കാറുകൾ അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ പലതവണ വിറ്റതാവുമ്പോൾ ഇപ്പം തന്നെ ഈ I-20 എന്താ സംഭവിച്ചത്? 5-6 പേര് ഉടമസ്ഥാവകാശം മാറിയിട്ടുണ്ട്. പക്ഷെ ഉടമസ്ഥാവകാശം പഴയ സൽമാന്റെ കയ്യിൽ തന്നെ ഇരുന്നു, ഗുരുഗ്രാമിലെ. ബാക്കിയുള്ളവരൊക്കെ വ്യാജരേഖകളും അങ്ങനെയൊക്കെയാണ് സംഭവം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരിചയമുള്ളവരെ കൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കാർ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രേഖ വെച്ച് വാങ്ങിക്കുക. അപ്പം ട്രാക്ക് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും പോലീസിന്. അതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 എണ്ണം അല്ലേ ഇപ്പം കിട്ടിയിരിക്കുന്നത്. ബ്രസ കിട്ടിയിട്ടുണ്ട്. അൽഫല ഇതിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബ്രസ കിട്ടി. എക്കോ ഫരീദാബാദിൽ നിന്ന് കിട്ടി. അതിൻ്റെ പിന്നിലൊരു കള്ളുകൂടിയൻ യുവാവ് കള്ളുകുടിച്ച് ഫിറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വിഫ്റ്റ്, അതിൻ്റെ അകത്ത് കിട്ടിയ സ്വിഫ്റ്റ് ലേഡി ഡോക്ടറുടെ അല്ലേ അതിൻ്റെ ഈ മുസമ്മൽ ഉപയോഗിച്ചിരുന്ന അതിൽ നിന്ന് ഒരു റൈഫിളും കിട്ടി കാറിൽ നിന്ന്. എക്കോ സ്പോർട്ട് മുഹമ്മദ് തഹാവൂർ എന്നുള്ള ഒരാളുടെ പേരിലാണ് എക്കോ സ്പോർട്ട്. അതൊന്ന് ആലോചിക്കേണ്ടതാണ്. ഈ ഡോക്ടർ ഉമ്മറാണ് എക്കോ സ്പോർട്ട് മേടിച്ചത്, ചുമന്നത്. പക്ഷെ എക്കോ സ്പോർട്ട് മുഹമ്മദ് തഹാവൂർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരില്ല. അയാൾക്ക് ഈ എക്കോ സ്പോർട്ട് അയാളുടെ പേരിലുള്ളത് അറിയില്ലായിരുന്നു. പോലീസ് പിടിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉമ്മർ ഒരു വ്യാജവിലാസം കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്തത് 31 വയസ്സാണ് മുഹമ്മദ് തഹാവൂറിനുള്ളത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഒരു മദ്രസ നടത്തുന്ന ആളാണ്. വാടക കെട്ടിടം എടുത്തിട്ട് മദ്രസ നടത്തുന്നു അയാൾ. T481 17th സ്ട്രീറ്റ് ഗൗതംപുരി, ഇതാണ് വിലാസം. ഇങ്ങനൊരു വിലാസം, വ്യാജവിലാസം കൊടുത്തിട്ടാണ് എക്കോസ്പോർട്ട് റെഡ് രജിസ്റ്റർ ചെയ്തത് ഉമർ. അയാളെ പോലീസ് രാത്രി തന്നെ തിരക്കി ചെന്നു. അപ്പോഴാണ് ഇയാളുടെ പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എൻ്റെ പേരിലുള്ളൊരു വണ്ടി ഞാൻ വേറെ പേപ്പറൊന്നും ഇല്ലാതെ വിൽക്കുമ്പോൾ അത് പിന്നെ ടെററിസ്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ വന്ന് പിടിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ വിലാസം കൊടുത്തിട്ടും RTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര വലിയ ആസൂത്രണമാണ്! വലിയ ആസൂത്രണമാണ്. പറയാതെ പ്ലംബറെ കൊണ്ട് കാർ മേടിപ്പിക്കുക, ഇങ്ങനെ ഭീകരമായ ആസൂത്രണം. അതുപോലെ ഡോക്ടർ ഉമ്മർ ഒരു സ്ഥലത്ത് മറ്റേ പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ, പെട്രോൾ അടിക്കുന്നിടത്ത് അയാൾ ഇങ്ങനെ CCTVയിലേക്ക് പാളിപ്പാളി നോക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ CCTVയിലും വരരുത് എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ മുഴുവൻ ആസൂത്രണം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം മറ്റുള്ളവർ പിടിയിലായപ്പോൾ ഇയാൾ കുറേ ഇത് സ്ഫോടകവുമായിട്ട് യാത്രയായി. അതും നല്ല തിരക്കുള്ള ക്ഷേത്രമുള്ള 3 ഉള്ളത്, ക്ഷേത്രം, ഗുരുദ്വാര, ജൈനക്ഷേത്രം, 3 മതങ്ങളുടെ അല്ലേ ഒരു തീർത്ഥാടന കേന്ദ്രം റെഡ് ഫോർട്ടിൻ്റെ അടുത്ത്. അവിടെയാണ് അയാൾ 13 വരെ കൊന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.